അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഇദ്ദയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇനി സ്ത്രീകളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉണ്ടായിരുന്ന സ്ത്രീകളുടെ ജന്മവും അവരുടെ ജീവിതവും എന്തുമാത്രം പ്രയാസകരമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയവരാണ്. പെൺകുഞ്ഞ് ജനിക്കുന്നത് തന്നെ അപമാനമായിട്ടും മാനഹാനി വരുത്തുന്നതായിട്ടും കുടുംബത്തിന് അപശകുനമായിട്ടും കാണുന്ന ഒരു ജനത ഇസ്ലാമിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവോടുകൂടെ അവരെത്രമാത്രം മഹിതമായ ഒരു സ്ഥാനത്തേക്ക് ഉയർന്നു എന്നും അവരോട് ലോകത്തിൽ ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരോടും അവർ സ്ത്രീകളോട് എപ്രകാരം വർത്തിക്കണം, ഏത് രൂപത്തിലൊക്കെ അവരുമായിട്ട് ഇടപഴകണം, അവരോട് ജീവിതത്തിൽ സ്വീകരിക്കേണ്ട സമീപന രീതി, ഇതൊക്കെ കർശനമായി അല്ലാഹു തആല പ്രവാചകനിലൂടെ അറിയിക്കുകയും അതിൽ ലോകത്തിലെ ഏതൊരു ആദർശത്തെക്കാളും മതത്തെക്കാളും ഏറെ വലിയ പ്രത്യേകതകളുള്ള ഒരു ആദർശമായി സ്ത്രീകളുടെ വനിതകളുടെ കാര്യത്തിൽ ഇസ്ലാം പ്രശോഭിച്ച് നിൽക്കുകയും ചെയ്യുന്നത് നമ്മൾക്ക് കാണാൻ കഴിയും. ഇവിടെ അല്ലാഹു തആല ഒരു പരാതി ഒരു സ്ത്രീയിൽ നിന്ന് കേൾക്കുകയും അതിനുടനടി അള്ളാഹു പരിഹാരമുണ്ടാക്കുകയും ചെയ്തത് അത്ഭുതകരമായിട്ടാണ് ഇസ്ലാമിനെ പഠിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. നിങ്ങൾ നോക്കൂ, ജാഹിലിയ കാലത്തെ ഒരു സമ്പ്രദായം, ആ സമ്പ്രദായം ഒരു പെണ്ണിനോട് എന്ന് പറഞ്ഞാൽ ഭാര്യയോട് എനിക്ക് അതൃപ്തി തോന്നുകയോ ദേഷ്യം തോന്നുകയോ ഏതെങ്കിലും തരത്തിലുള്ള അമർഷം തോന്നുകയോ ചെയ്താൽ അന്ന് ജാഹിലിയ കാലത്ത് അവർ തങ്ങളുടെ ഭാര്യമാരോട് പറയും, നീയും ഞാനും തമ്മിലുള്ള ശാരീരിക ബന്ധം ഇനി എൻ്റെ ഉമ്മയുമായി ശാരീരിക ബന്ധം പുലർത്തുന്നത് പോലെ വെറുക്കപ്പെട്ടതാണ് എന്ന് പറയും. ഈ പറയുന്ന വാക്കിന് ലുഹാർ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ അതോടുകൂടി ഈ പെണ്ണിനെ അയാൾ മാനം കെടുത്തുകയും ഈ പെണ്ണും അയാളും തമ്മിലുള്ള ബന്ധം അതോടുകൂടി അവസാനിക്കുകയും ചെയ്യും. ഇവിടെ തിരിച്ച് പെണ്ണിന് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. രണ്ടാമത്തേത്, ജാഹിലിയത്തിൽ പെണ്ണിന് സ്ഥാനമില്ലാത്തത് കൊണ്ട് അങ്ങനെ പറയുന്ന പെണ്ണുങ്ങളുമില്ല. എന്നാൽ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം സഹാബി വര്യന്മാരിൽ നമുക്കൊക്കെ അറിയാം, ഒരു ആദർശത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ മുമ്പ് അവർ ആചരിച്ചിരുന്ന വിശ്വാസപരമായ ആചാരപരമായ കാര്യങ്ങളിൽ ചിലതൊക്കെ ഇങ്ങനെ മൂടിക്കിടക്കുന്നൊരവസ്ഥ വരും, മനസ്സിൽ മൂടിക്കിടക്കും. അത് സന്ദർഭവും സാഹചര്യവും ഒത്തു വരുമ്പോൾ അത് പുറത്തേക്ക് ചാടും. സഹാബത്തിൻ്റെ ജീവിതത്തിലൊക്കെ ഇങ്ങനെ പലതും റിപ്പോർട്ട് ചെയ്യപ്പെട്ട് നമ്മൾക്ക് കാണാൻ കഴിയും. വല്ലാഹി വല്ലാഹുവാണ് സത്യം എന്ന് പറയുന്നതിന് പകരം ലാത്തയാണ് സത്യം എന്നൊക്കെ മാറിപ്പറഞ്ഞതൊക്കെ ഹദീസിൽ കാണാം. അവരോട് അള്ളാഹുവിൻ്റെ റസൂല് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂ എന്ന് പറഞ്ഞ് തിരുത്തുകയാണ്. ഇങ്ങനെ പല സംഗതികളുണ്ടാവും. അതിലുള്ള ഒരു വിഷയം നിങ്ങൾ നോക്കൂ, ഒരു സൂറത്ത് തന്നെയും ആ പേരിൽ അറിയപ്പെടുകയും എന്നിട്ട് അള്ളാഹു അത് പറയുന്ന രൂപം സൂറത്തുൽ മുജാദില തർക്കിക്കുന്നവൾ എന്ന അധ്യായം നൽകി അള്ളാഹു അത് പറയുന്ന രൂപം നോക്കൂ. എന്തൊരു രസകരമായ രൂപത്തിലാണ് അള്ളാഹു അത് അവതരിപ്പിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതഷ്തകി ഇലല്ലാഹ് വല്ലാഹു യസ്മഉ തഹാവുറകുമാ ഇന്നല്ലാഹ സമീഉൻ ബസീർ. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നബിയെ, തൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിൽ നിന്നോട് തർക്കിക്കുകയും അള്ളാഹുവിങ്കിലേക്ക് സങ്കടം ബോധിപ്പിക്കുകയും ചെയ്യുന്നവരുടെ വാക്ക് അള്ളാഹു കേട്ടിട്ടുണ്ട്. അള്ളാഹു നിങ്ങൾ രണ്ടുപേരുടെയും സംഭാഷണം കേട്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാകുന്നു. അടുത്ത വാക്ക്, അല്ലദീന യുളാഹിറൂന മിൻകും മിൻ നിസാഇഹിം മാ ഹുന്ന ഉമ്മഹാത്തിഹിം ഇൻ ഉമ്മഹാത്തുഹും ഇല്ലല്ലാഹി വലദ്നഹും വ ഇന്നഹും ലയഖൂലൂന മുൻകറം മിനൽ ഖൗലി വസൂറ വ ഇന്നല്ലാഹ ലഅഫൂവൻ ഗഫൂർ. നിങ്ങളുടെ കൂട്ടത്തിൽ തങ്ങളുടെ ഭാര്യമാരെ മാതാക്കൾക്ക് തുല്യമായി, നമ്മൾ പറഞ്ഞല്ലോ, മാതാക്കൾക്ക് തുല്യമായി പ്രഖ്യാപിക്കുന്നവർ, പറയുന്നവർ, അവർ ഭാര്യമാർ അവരുടെ മാതാക്കളല്ല, അവരുടെ മാതാക്കൾ അവരെ പ്രസവിച്ച സ്ത്രീകളല്ലാതെ മറ്റാരുമല്ല. അതിനാൽ തീർച്ചയായും അവർ നിഷിദ്ധമായ വാക്കും അസത്യവുമാണ് പറയുന്നത്.
തീർച്ചയായും അള്ളാഹു അധികം മാപ്പ് നൽകുന്നവനും പൊറുക്കുന്നവനുമാകുന്നു. അപ്പോൾ ഇവിടെ അള്ള പറയുന്ന രീതി എന്തൊരു രസകരമായിട്ടാണ്, എന്നാൽ എത്ര ഗൗരവത്തോടു കൂടെയാണ് ഈ കാര്യം പറയുന്നത്. ഒരു പെണ്ണ് റസൂലുള്ളാഹിനോട് ഒന്ന് പറയുക, എന്നിട്ട് പറയുന്ന കാര്യം അതൊക്കെ അള്ളാഹു കേൾക്കുന്നുണ്ട് എന്ന രൂപത്തിൽ അള്ളാഹു വളരെ രസകരമായി എന്നാൽ ഗൗരവത്തോടു കൂടി അത് ഉണർത്തുക. എന്നിട്ട് ഇങ്ങനെ പറയുന്നത് പാപമാണ്, കുറ്റകരമാണ്, വെറുക്കപ്പെട്ടതാണ് എന്ന് ഉണർത്തുകയും അതുമായി ബന്ധപ്പെട്ട ആയത്ത് അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഈ ഖൗല റളിയല്ലാഹു അൻഹ, ഈ സ്ത്രീയെ നിങ്ങൾക്കൊക്കെ അറിയാം. ഖൗല റളിയല്ലാഹു അൻഹ എന്നതൊരു സാധാരണ സ്ത്രീയാണ്, സാധാരണ ഒരു അറബി പെണ്ണാണ്. അവർ ഇസ്ലാം സ്വീകരിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്ന പെണ്ണാണ്. അവരുടെ ഭർത്താവും അങ്ങനെ തന്നെയാണ്. പക്ഷെ അബദ്ധത്തിലല്ല, എങ്ങനെ വന്നാലും ഇങ്ങനെ പറയാൻ പാടില്ല എന്ന നിയമം ഒരു പെണ്ണിന് വേണ്ടി, ലോകത്തിലുള്ള മുഴുവൻ സ്ത്രീകൾക്ക് വേണ്ടിയും ഒരു പെണ്ണ് വാദിച്ച്, ഈ സൂറത്തിൻ്റെ പേര് മുജാദില എന്നാണ്, തർക്കിച്ചു വാങ്ങുകയാണ്. എന്നിട്ട് അള്ളാഹു ആ പെണ്ണിനെ പറ്റി പരാതി പറയല്ല, അത് ചെയ്തവൻ്റെ കാര്യത്തിൽ തീരുമാനം വന്നു. എന്താണ് തീരുമാനം? വല്ലദീന യുദാഹിറൂന മിൻ നിസാഇഹിം സുമ്മ യഊദൂന ലിമാ ഖാലൂ ഫതഹരീറു റഖബത്തിൻ മിൻ ഖബ്ലി അൻ യതമാസ്സാ ദാലികും തുഅദൂന ബിഹി വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. നിങ്ങൾ നോക്കൂ, തങ്ങളുടെ ഭാര്യമാരെ മാതാക്കൾക്ക് തുല്യമായി പ്രഖ്യാപിക്കുകയും പിന്നീട് തങ്ങൾ പറഞ്ഞതിൽ നിന്ന് മടങ്ങുകയും ചെയ്യുന്നവർ, അവർ പരസ്പരം സ്പർശിക്കുന്നതിന് മുമ്പായി ഒരു അടിമയെ മോചിപ്പിക്കേണ്ടതാണ്. അത് നിങ്ങൾക്ക് നൽകപ്പെടുന്ന ഉപദേശമാണ്. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മജ്ഞാനമുള്ളവനാകുന്നു. ബാക്കി കൂടെ പറഞ്ഞ് വിശദീകരിക്കാം. ഫമൻ ലം യജിദ് ഫസ്വിയാം ഷഹ്റൈനി മുത്തതാബിഐനി മിൻ ഖബ്ലി അൻ യതമാസ്സാ ഫമൻ ലം യസ്തതി ഫഇത്ആമു 60 മിസ്കീനൻ ദാലിക ലിതുഅ്മിനൂ ബില്ലാഹി വറസൂലിഹി വതിൽക ഹുദൂദുല്ലാഹ് വലിൽ കാഫിരീന അദാബുൻ അലീം. ഇനി വല്ലവനും അടിമയെ ലഭിക്കാത്ത പക്ഷം അവർ പരസ്പരം സ്പർശിക്കുന്നതിന് മുമ്പായി തുടർച്ചയായി 2 മാസക്കാലം നോമ്പനുഷ്ഠിക്കേണ്ടതാണ്. വല്ലവനും അത് സാധ്യമാകാത്ത പക്ഷം 60 അഗതികൾക്ക് ആഹാരം നൽകേണ്ടതാണ്. അത് അള്ളാഹുവിലും അവൻ്റെ ദൂതനിലും നിങ്ങൾ വിശ്വസിക്കാൻ വേണ്ടിയത്രേ. അവ അള്ളാഹുവിൻ്റെ പരിധികളാകുന്നു. സത്യനിഷേധികൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. ഇവിടെ ഈ കാര്യം അവസാനിക്കുന്നു. പറഞ്ഞു വന്നത്, ഇങ്ങനെ ഒരു വാക്ക് ഒരു സ്ത്രീയെ അപമാനിക്കലാണ്, അവരെ വഷളാക്കലാണ്, അവളുടെ നിലയും വിലയും കെടുത്തലാണ്. തൻ്റെ കൂടെ തനിക്ക് കയ്യിലേൽപ്പിച്ചു തന്ന ഒരു പെണ്ണിനോട് കാണിക്കാവുന്ന, അവളുടെ മനസ്സിനെ, അഭിമാനത്തെ ഇടിച്ചു താഴ്ത്താവുന്ന വലിയ ഒരു വാക്കാണ് അവർ പറയുന്നത്. ഇത് അള്ളാഹു സഗൗരവം എടുക്കുകയും അതിൻ്റെ നിയമം, പ്രായശ്ചിത്തം പറയാം. അടിമയെ മോചിപ്പിക്കണം. അടിമയെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന നമ്മൾക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാവില്ല. നമ്മളെ വീട്ടിലുള്ളൊരു വേലക്കാരിനെ വീട്ടിലേക്ക് പറഞ്ഞേക്കുന്നത് പോലെയല്ല. അടിമ അന്നത്തെ അറബികളുടെ സ്വത്താണ്, അവരുടെ സ്വത്ത്, അവരുടെ സമ്പാദ്യം അവർക്കുള്ളതാണ്, അവരുണ്ടാക്കുന്നതൊക്കെ അവർക്കുള്ളതാണ്. സ്ത്രീകളാണെങ്കിൽ അവരെ കൊണ്ട് വേശ്യപ്പണി പോലും ചെയ്യിക്കും. എന്നിട്ട് അതിൻ്റെ സമ്പാദ്യം കൊണ്ടു നടക്കുന്ന മുതലാളിക്ക്, യജമാനനുള്ളതാണ്. അങ്ങനെ നൂറുകണക്കിന് അടിമകളുള്ള ആളുകളായിരുന്നു അറബികൾ. ഇസ്ലാം വന്നതിന് ശേഷവും മുസ്ലിങ്ങൾക്ക് കീഴിലും അടിമകൾ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കുള്ള നിയമങ്ങൾ പ്രത്യേകമായി വന്നു. അടിമ എന്ന് വിളിക്കരുത്, അവരെ തല്ലരുത്, ഭാരമേറിയ ജോലികൾ ചെയ്യിക്കരുത്, നിങ്ങൾ ഉടുക്കുന്നത് അവർക്കും നിങ്ങൾ ഭക്ഷിക്കുന്നത് അവർക്കും കൊടുക്കണം എന്ന് പറഞ്ഞു മാത്രമല്ല, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിൽ അബദ്ധം വന്നാൽ അതിന് ഒന്നാമത്തെ പ്രായശ്ചിത്തമായി കണക്കാക്കപ്പെടുന്നത് അടിമയെ മോചിപ്പിക്കലാണ്. പക്ഷേ രസകരമായൊരു കാര്യം, ഒരടിമയും മുസ്ലിങ്ങളുടെ കീഴിൽ നിന്ന് വേർപെട്ടു പോകാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അത്ര സുഖവും സന്തോഷകരവും തങ്ങളുടെ മക്കളെ കുടുംബത്തിലൊരംഗത്തെ പോലെ അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്നായിരുന്നു അതിന് കാരണം. അപ്പം ഇവിടെ ഖൗലയുടെ ഭർത്താവിനോട് പറഞ്ഞത്, നിങ്ങൾ അടിമയെ മോചിപ്പിക്കണം. ഈ അടിമ ഇവരുടെ വരുമാനമാണ്, അവരുടെ സ്വത്താണ്, അയാളുടെ സമ്പാദ്യമൊക്കെ അയാളുടേതാണ്. അയാൾ വിൽക്കാനും വാങ്ങാനും പറ്റുന്ന നല്ല ഒരു വാടക റൂം പോലെ, ടൗണിൻ്റെ മധ്യത്തിലുള്ള നല്ല ഒരു വാടക റൂം പോലെയുള്ള റൂമാണ്. അങ്ങനെയുള്ളൊരു അടിമനെ മോചിപ്പിക്കണം എന്ന് കൽപ്പിച്ചു. ഒന്നാമത്തേത്, ഇതിന് സാധ്യമാകാത്ത ആളുകൾ എന്ത് ചെയ്യണം? അവർ തുടർച്ചയായി 60 നോമ്പ് നോൽക്കണം. നിങ്ങൾ നോക്കൂ, റമദാനിൽ പകൽ സമയത്ത് ശാരീരിക ബന്ധം പുലർത്തുന്ന ഉഭയസമ്മതത്തോടുകൂടെ രണ്ടുപേരും സമ്മതിച്ച് രണ്ടുപേരും
പകൽ സമയത്ത് നോമ്പെടുത്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവർ ചെയ്യേണ്ട പണിയാണ് ഇവിടെ അല്ലാഹു തആല ലിഹാർ ചെയ്യുന്ന പുരുഷന്മാർക്ക് പെനാൽറ്റിയായി നിശ്ചയിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അവർ അങ്ങനെ പ്രായശ്ചിത്തം കൊടുത്തേ പറ്റൂ, അങ്ങനെ പ്രായശ്ചിത്തം കൊടുക്കണം. ഇനി അതിന് സാധിക്കുന്നില്ലെങ്കിലോ 2 മാസം തുടർച്ചയായിട്ട് നോമ്പെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവർ 60 അഗതികൾക്ക് ആഹാരം നൽകേണ്ടതാണ്. അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കാൻ വേണ്ടി അവരങ്ങനെ ചെയ്യണം. അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. ഇത് അള്ളാഹു നിശ്ചയിക്കുന്ന പരിധികളാണ്. വേറെ ഒരു കാര്യം, സത്യനിഷേധികൾക്ക് കഠിനമായ ശിക്ഷയുണ്ട് എന്ന് ഇതിൻ്റെ അവസാനം പറയുന്നു. അപ്പം ഇതൊക്കെ സത്യനിഷേധികളുടെ പരിപാടിയാണ്. നമ്മൾ പറയുന്നത് ഒരു സ്ത്രീയെ കെട്ടിക്കൊണ്ടുവന്ന ഒരാൾ, മകളാണെങ്കിൽ മാതാപിതാക്കൾ, അതുപോലെ ജ്യേഷ്ഠാനുജന്മാർ, പെങ്ങന്മാർ, ഏത് വകുപ്പിൽപ്പെട്ടവരായാലും സ്ത്രീകൾക്ക് മഹിതമായ ഒരു സ്ഥാനം അള്ളാഹു കൽപ്പിച്ച് നൽകിയിട്ടുണ്ട്. റസൂലുള്ള അങ്ങനെ തന്നെയാണ് അവരെ പഠിപ്പിച്ചിട്ടുള്ളത്. അതിന് വിഘാതം വരുന്ന, അവരെ ഏതെങ്കിലും തരത്തിൽ ഹാനി വരുത്തുകയോ തരം താഴ്ത്തുകയോ ഒക്കെ ചെയ്യുന്ന ഒരു ഇടപാടുകളും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഇത് പുരുഷന്മാരായ വിശ്വാസികളായ എല്ലാ ആളുകളും ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ഈ പ്രായശ്ചിത്തം കേൾക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. എന്തൊരു ഞാൻ വീണ്ടും ആവർത്തിച്ചു, എന്തൊരു രസകരമായിട്ടാണ് അല്ലാഹു തആല ആ പെണ്ണിൻ്റെ വർത്തമാനം കേൾക്കുകയും എന്നിട്ട് ഉടനടി അതിന് മറുപടി പറയുകയും ആ കാര്യത്തിൽ തീരുമാനമുണ്ടാവുകയും ചെയ്തത്. ഇനി അവളുമായിട്ട് ഭാര്യാഭർത്തൃ ബന്ധം തുടരണോ എങ്കിൽ ഈ പറഞ്ഞതിലേതെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ, അല്ലാതെ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞത് പുരുഷന്മാരോടാണ്. ഇത്തരം ചില കാര്യങ്ങൾ ഖുർആനിൽ വന്നതും പ്രവാചകൻ്റെ ഹദീസിൽ വന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട തുടർ ദിവസങ്ങളിൽ നമ്മൾക്ക് കേൾക്കാവുന്നതാണ്. റഹ്മാനായ റബ്ബ് സത്യവിശ്വാസികളായി ജീവിക്കുകയും ഓരോരുത്തർക്കും നൽകപ്പെട്ട ബാധ്യതകളും കടമകളും കടപ്പാടുകളും ഭംഗിയായി നിർവഹിക്കുകയും ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമ്മൾക്ക് നൽകുമാറാവട്ടെ. സാധ്യമായ വിധത്തിലെല്ലാം അള്ളാഹുവിനെ സൂക്ഷിച്ച് നല്ല മുസ്ലിങ്ങളായി ജീവിച്ചു മരിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ലോകത്ത് ഉരുണ്ടുകൂടിയിട്ടുള്ള ഭയാനകമായ ഇന്നത്തെ മനസ്സംഘർഷമുണ്ടാക്കുന്ന അവസ്ഥക്ക് അള്ളാഹു തആല ശമനം വരുത്തുകയും എല്ലാ ആളുകളെയും ഈ ഭീതിയിൽ നിന്ന് അള്ളാഹു തആല സംരക്ഷണം നൽകി ആശ്വാസം നൽകുകയും ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹിൽ അമീൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.